നമസ്കാരം സർ. അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഉള്ള വ്യാപാരത്തിന് ഉദ്യോഗസ്ഥ തല ചർച്ചകൾ നടക്കുകയാണ് ഇപ്പോൾ. എന്താവും സംഭവിക്കുക? മീരൻ, നമസ്കാരം. ഇത് നമ്മുടെ ഈ വ്യാപാര ചർച്ചകൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതായത് നമ്മുടെ ട്രംപ് വന്നിരുന്നു, കുറേ ഗോഗോ വിളികൾ ഉണ്ടായിരുന്നു, അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. നമ്മളും ചെറിയ തോതിലൊക്കെ പ്രതികരിച്ചു, പല രാജ്യങ്ങൾ പ്രതികരിച്ചു. ഇനി ഇത് കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രസിഡന്റുമാർ തമ്മിൽ സംസാരിച്ചത് കൊണ്ടോ എതിരെ പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മുടെ ഇരു രാജ്യങ്ങളിലെയും പ്രധാനപ്പെട്ട വ്യാപാര ഉദ്യോഗസ്ഥർ തമ്മിൽ ചേർന്ന് സംസാരിച്ച് കാര്യങ്ങൾ നടത്തണം. കാരണം നമ്മുടെ ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ പറയുന്നത് അമേരിക്കയുമായിട്ടുള്ള വ്യാപാരം ഇപ്പോൾ $250 ബില്യൺ ആണെങ്കിൽ 2030 ആകുമ്പോഴത്തേക്ക് അത് $500 ബില്യൺ, നേരെ ഇരട്ടിയാക്കുക എന്നൊക്കെ പറയുന്ന 5 വർഷം കൊണ്ട് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അതിലേക്ക് വേണ്ടിയാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. ഇപ്പം എന്താണ് നമ്മൾ സംസാരിക്കാൻ കാരണം? ഈ ഡൽഹിയിൽ വെച്ച് മാർച്ച് 26, 27, 28, 29 ഇങ്ങനെ 4 തീയതികളിലായി അമേരിക്കയിലെ US ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുന്ന അവരുടെ വ്യാപാര കമേഴ്ഷ്യൽ സീനിയർ ആയിട്ടുള്ള ഓഫീഷ്യൽസും നമ്മുടെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സിൻ്റെ, ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സിൻ്റെ സീനിയർ ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ചകൾ 4 ദിവസമായിട്ട് നടക്കുകയായിരുന്നു. ഇതിനെ മോഡ്യൂളാർ അപ്രോച്ച് എന്നാണ് പറയുക. നമ്മുടെ മോഡുലാർ കിച്ചൺ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു മോഡുലാർ അപ്രോച്ചാണ്. എന്താണ്? ഓരോരോ സെക്ടർ എടുത്തിട്ട്, ഉദാഹരണത്തിന് ടെക്സ്റ്റൈൽ അല്ലെങ്കിൽ IT, ഇങ്ങനെ ഓരോരോ സെക്ടറിൽ എന്ത് ചെയ്യണം, ഓരോ രാജ്യങ്ങളും എങ്ങനെ നികുതി വരണം, അവർ കുറയ്ക്കണമെന്ന് ചിലപ്പോൾ ആവശ്യപ്പെടും, അല്ലെങ്കിൽ നമ്മൾ കൂട്ടണമെന്ന് ആവശ്യപ്പെടും. ഇങ്ങനെ നടക്കുന്ന ചർച്ച. എന്നിട്ട് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബറോടുകൂടി ആദ്യത്തെ നമ്മുടെ കരാറുകൾ ഒപ്പിടണം, എഗ്രിമെൻ്റ് ഒപ്പിടണം എന്നുള്ളതാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ തൽക്കാലം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനൊരു വലിയ പ്രസക്തിയുണ്ട്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ബൈഡൻ്റെ കാലത്ത് 2020 തമ്മിൽ തർക്കങ്ങളായി ഇത്തരം ചർച്ചകൾ നിന്നു പോയിരുന്നതാണ്. അതായത് കഴിഞ്ഞ 5 വർഷമായിട്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഇത്തരം ട്രേഡ് രംഗത്ത് പുതിയ ചർച്ചകളില്ല. പഴയ കാര്യങ്ങൾ അതുപോലെ മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം 5 വർഷങ്ങൾക്ക് ശേഷം ഇത്തരം ഉഭയകക്ഷി ഉദ്യോഗസ്ഥ തല വ്യാപാര ചർച്ചകൾ നടക്കുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രസക്തി. അപ്പം നമ്മുടെ മോദിജി ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ബൈഡൻ മാറി ട്രംപ് വന്നപ്പോഴാണ് അടുത്ത കാര്യങ്ങൾ അടുത്ത തലത്തിലേക്ക് മാറിയത്. എന്താണ് ഇതിനകത്ത്? നമുക്ക് താരിഫ് എന്ന് പറയുന്ന, ഇപ്പോൾ ഇവിടുന്ന് അമേരിക്കയിലോട്ട് നമ്മൾ എന്തെങ്കിലും കയറ്റി അയക്കുകയാണെങ്കിൽ അവരൊരു എക്സ്ട്രാ നികുതി അമേരിക്ക ചുമത്തുന്നതിനെയാണ് താരിഫ് എന്ന് പറയുന്നത്. നമ്മൾ അതിനകത്ത് നികുതി ചുമത്താറില്ല. അതേപോലെ ഇന്ത്യയിലോട്ട് അമേരിക്ക എന്തെങ്കിലും കയറ്റി അയക്കണമെങ്കിൽ നമ്മളൊരു എക്സ്ട്രാ നികുതി അങ്ങനെ നമ്മൾ ചുമത്തിയിട്ടുണ്ട്. നമ്മൾ ഏറ്റവും വലിയ നികുതി ചുമത്തുന്ന ഒരു രാജ്യമാണ്. ഉദാഹരണത്തിന് ബർബൺ വിസ്കി, അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിസ്കി എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്മോക്കി ഫ്ലേവറുള്ള ബർബൺ വിസ്കി എന്ന് പറയും. അപ്പോൾ അതിന് ഇമ്പോർട്ട് ഡ്യൂട്ടി 150% ഇന്ത്യ ചുമത്തിയിരുന്നത്. കാരണം ഇവിടെയും ബർബൺ വിസ്കി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അത് കുറച്ച് കൂട്ടി വെച്ചിരുന്നു. അത് 150 നിന്നും 100% അമേരിക്കയിൽ നിന്നുള്ള ലക്ഷറി കാറുകൾ, സോളാർ സെല്ലുകൾ, മെഷീനറി, ഇതിൻ്റെയൊക്കെ പീക്ക് താരിഫ് 150 നിന്ന് ഓൾറെഡി നമ്മൾ 70% കുറച്ചു. അപ്പോൾ ഇതിനകത്ത് ഓവറോൾ ആവറേജ് ആയിട്ടുള്ള ഒരു ശരാശരി ഇമ്പോർട്ട് ഡ്യൂട്ടി 13 നിന്ന് 11 കുറച്ചു എന്നാണ് ഇന്ത്യ ആദ്യമായി അങ്ങോട്ട് ചെയ്ത വലിയൊരു കാര്യം. മാത്രമല്ല, അമേരിക്കയിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന ആൽമണ്ട്, നമ്മൾ ബദാം, വാൽനട്ട്, ക്രാൻബറി, പിസ്റ്റ, ലെൻറ്റിൽസ്, പരിപ്പുകൾ, ഇതൊക്കെ നമ്മൾ അവിടെ നിന്ന് വലിയ തോതിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. അപ്പോൾ പലപ്പോഴും നമുക്കിവിടെ കിട്ടുന്ന ബദാമിലൊക്കെ എഴുതിയിട്ടുണ്ട് കാലിഫോർണിയൻ ബദാം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് തുറന്നു കൊടുക്കുകയാണ്. കുറച്ച് നികുതി കുറച്ച് അമേരിക്കയ്ക്ക് തുറന്നു കൊടുക്കുന്ന അമേരിക്കൻ കർഷകർക്ക് വലിയ താല്പര്യമാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്, നമ്മുടെ ഡിജിറ്റൽ നമുക്കൊരു ടാക്സ് ഉണ്ട്. അതായത് ഫേസ്ബുക്കിലോ ഗൂഗിളിലോ അല്ലെങ്കിൽ മെറ്റയിലോ ആമസോണിലോ ഒക്കെ ആരെങ്കിലും ധാരാളം നമ്മൾ പരസ്യം കാണാറുണ്ട് അല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചാൽ തന്നെ അത് കയറി വരും. അതിന് നമ്മളൊരു 6% നികുതി ചുമത്തിയിട്ടുണ്ടായിരുന്നു. ആ പരസ്യം ചെയ്യുന്നതിന് അതിൻ്റെ പുറത്തൊരു എക്സ്ട്രാ ഡിജിറ്റൽ നികുതി, അത് നമ്മളിപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഏപ്രിൽ 1 മുതൽ അത് ഒഴിവാക്കി. ഇത് അമേരിക്കയ്ക്ക് വലിയൊരു അഡ്വാൻറ്റേജ്. അവരുടെ മെഗാ ഭീമന്മാരാണ്
ഈ പറയുന്ന മെറ്റ, അതായത് ഫേസ്ബുക്കിൻ്റെ മെറ്റ, ഗൂഗിള്, ആമസോൺ എന്നൊക്കെ. അപ്പോൾ അവർക്ക് ബിസിനസ് വളരെയധികം കൂടും. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു സാധനം ഈ ഒരു ഹുക്ക് ഇട്ടിട്ട് വേണം മീൻ പിടിക്കാൻ, അല്ലെങ്കിൽ ഒരു ചൂണ്ട ഇട്ടിട്ട് വേണം മീൻ പിടിക്കാൻ. അപ്പം നമ്മുടെ സൈഡിൽ നിന്നാണ് പലപ്പോഴും ആദ്യമേ വളരെ ഒരു മയപ്പെടുത്തി കാര്യങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. മാത്രമല്ല LNG നമ്മൾ അമേരിക്കയിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് പൂർണ്ണമായും ടാക്സ് ഒഴിവാക്കുന്നത് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. മാത്രമല്ല $15 ബില്യൺ നിന്ന് $25 ബില്യൺ ആ ഇറക്കുമതി ഉയർത്താനും നമ്മുടെ പ്ലാനുണ്ട്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ അവരെ ഒന്ന് സൂചിപ്പിക്കാൻ, തന്ത്രമാണ് മൊത്തത്തിൽ. നമ്മളൊരു വഴി തുറന്നു കൊടുത്തു, ഇനി അവർ അതിൻ്റെ പുറകിൽ വരണം. കാര്യം ഞാൻ ക്രിട്ടിക്കലായിട്ടുള്ള ടെക്നോളജി, ഡിഫൻസ്, എനർജി, ഇതൊക്കെ നമുക്ക് വേണ്ട സാധനങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താണ് അമേരിക്കയിൽ നിന്ന്, ഇതിപ്പോൾ നമ്മളാണ് ഇത് ആദ്യമേ എഗ്രി ചെയ്തിരിക്കുന്നത്. അമേരിക്ക ഒന്നും പ്രത്യേകിച്ച് എഗ്രി ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനി അടുത്ത സ്റ്റെപ്പിൽ അവർ വരേണ്ടത്, അവിടെ സൈഡിൽ നിന്ന് വരേണ്ടതാണ്. നമ്മൾ സ്റ്റീല്, അലൂമിനിയം, ഓട്ടോമൊബൈൽ, ഓട്ടോ പാർട്സിനൊക്കെ അമേരിക്ക ചുമത്തിയ എക്സ്ട്രാ നികുതി കുറയ്ക്കണമെന്ന് നമുക്ക് താല്പര്യമുണ്ട്. കാര്യം നമുക്ക് ഇവിടുന്ന് ധാരാളം അങ്ങോട്ട് എക്സ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഡിഫൻസിൻ്റെ ഒരു ടൈപ്പ്, അവർക്ക് വേണ്ട ഒരു പ്രധാന സാധനം എന്ന് പറയുന്നത്, കാര്യമെന്ന് പറയുന്നത് F-35 കുറിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യണമെന്ന് അവർക്ക് വലിയ താല്പര്യമുണ്ട്. കാരണം ഇന്ത്യ പർച്ചേസ് ചെയ്യാത്തത് കൊണ്ടാണ് പല രാജ്യങ്ങളും മടിച്ചു നിൽക്കുന്നത്. അതുപോലെ തന്നെ ഹൈടെക് ഡിഫൻസ് സിസ്റ്റംസ്, അപ്പം ഈ ടെക്നോളജി ട്രാൻസ്ഫർ വളരെ പ്രധാനമാണ്. ജോയിൻറ്റ് മാനുഫാക്ചറിങ്, ഇതൊക്കെ നമുക്ക് ഈ ഡിഫൻസിൻ്റെ ഏരിയയിൽ വേണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ നിന്ന് വരണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ AI-യിലായിക്കോട്ടെ, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലായിക്കോട്ടെ, സെമി കണ്ടക്ടേഴ്സിലായിക്കോട്ടെ, ക്ലീൻ എനർജി എന്ന് പറയുന്നത് ന്യൂക്ലിയർ എനർജി ആകാം, അല്ലെങ്കിൽ വിൻഡ് എനർജി ആകാം, അല്ലെങ്കിൽ സോളാർ എനർജി ആകാം. ഇതിലൊക്കെ കൂടുതൽ അവർക്ക് നല്ല ടെക്നോളജി ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്ത്യക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. $12 ബില്യൺ ഡിഫൻസ് പ്രൊക്യൂർമെൻ്റ് ആണ്, $12 ബില്യൺ ഡിഫൻസ് പ്രൊക്യൂർമെൻ്റ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, പുതിയതായിട്ട് ഇന്ത്യയുടെ ഡിഫൻസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞില്ല, നമ്മളാണ് ഇപ്പം എസിമെട്രിക്കലായിട്ട് നമ്മളാണ് ഇപ്പം ആദ്യം നികുതി കുറച്ചിരിക്കുന്നത്. ഇനി അവരുടെ സൈഡിൽ നിന്നുള്ള ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല, അത് ഉടനെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. US താരിഫ് പോളിസി ഇപ്പോഴും അൺക്ലിയർ ആണ്. ഇന്ത്യയോട് എങ്ങനെ വേണമെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തമായ തീരുമാനം എടുത്തിട്ടില്ല. അതാണ് നമ്മൾ നേരത്തെ ചർച്ചയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിലെ ഇൻഡസ്ട്രീസ് ഉണ്ട് കുറച്ച്, അതായത് അമേരിക്കയിലോട്ട് കയറ്റി, അതായത് അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് സാധനം വന്ന, പ്രത്യേകിച്ച് സ്റ്റീല്, ഫാർമ, ടെക്സ്റ്റൈലിലൊക്കെ, അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പം ഇതിനകത്തൊക്കെ നികുതി വന്നു കഴിഞ്ഞാൽ ഇന്ത്യയെ ബാധിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ ചർച്ചകൾ തുടരേണ്ട ആവശ്യമുണ്ട്. അമേരിക്കയുടെ ഒരു പ്രധാന പ്രൊഡക്ഷൻ സെൻറ്റർ ആയിരുന്നത് ചൈനയായിരുന്നു. അപ്പോൾ ഈ ഒരു ചർച്ചകൾ വീണ്ടും പുനരാരംഭിച്ചതോടുകൂടി, ബൈഡൻ്റെ സമയത്തും ചൈനയിലായിരുന്നു, ഈ ഒരു ചർച്ച പുനരാരംഭിച്ചിരിക്കുന്നതിൻ്റെ പ്രസക്തി, 5 വർഷത്തിന് ശേഷം പുനരാരംഭിച്ചിരിക്കുന്നതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്, അമേരിക്ക ചൈനയിൽ ഉണ്ടാക്കിയിരിക്കുന്ന പല സാധനങ്ങളും ഇന്ന് ഇന്ത്യയിലോട്ട് മാറ്റുന്നു. അപ്പോൾ ഒരു ഗ്ലോബൽ റീഅലൈൻമെൻറ്റ് എവേ ഫ്രം ചൈന, അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് മാറി പുതിയ തന്ത്രങ്ങൾ നമ്മൾ പയറ്റുന്നു. അടുത്തത് ഇതിൻ്റെ ഒരു ചൈന ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സപ്ലൈ ചെയിൻ, അമേരിക്കയിലോട്ടായിക്കോട്ടെ, അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ടായിക്കോട്ടെ, ഈ വ്യവസായങ്ങൾക്ക് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ വേണ്ട സമയത്ത് കിട്ടുക എന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുക. അതിനാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് കുറച്ചും കൂടെ സുഗമമാകണം. പിന്നെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എനർജി സെക്യൂരിറ്റി. അത് LNG ആയിക്കോട്ടെ, ക്ലീൻ എനർജി ആയിക്കോട്ടെ, ഡിഫൻസിന് വേണ്ട കാര്യങ്ങളായിക്കോട്ടെ, ഇത് അമേരിക്കയുമായിട്ടൊരു ഇൻഡോ പസഫിക് എക്കണോമിക് കോറിഡോർ സ്ട്രാറ്റജി പുതുതായിട്ട് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഉടലെടുക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ തുടക്കമാണ്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾ വളരെ പ്രസക്തമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി ഇത് മാത്രമല്ല, നമ്മൾ ഓരോ പുതിയ വിർച്വൽ മീറ്റിംഗ് അവരിപ്പോൾ നേരിട്ട് വന്ന് കണ്ടതാണ്, ഡൽഹിയിൽ വച്ച് കണ്ടതാണ്. ഇനി ഓരോരോ സെക്ടേഴ്സായിട്ട് എടുത്തിട്ട് വിർച്വൽ മീറ്റിംഗ്സ്, അതായത് വിദൂരത്തിലുള്ള മീറ്റിങ്ങുകൾ അടുത്ത ആഴ്ചകളിലൊക്കെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ അഗ്രികൾച്ചർ, ടെക്സ്റ്റൈൽ, മെഷീനറി, ഫാർമ, ഇതിൻ്റെയൊക്കെ ഓരോരോ സെക്ടറിൻ്റെ വിശദമായി ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച ചെയ്ത് എങ്ങനെ വേണം, കാര്യങ്ങൾ വേണം, അടുത്ത നമുക്ക് എങ്ങനെ ഇത്, ഞാൻ പറഞ്ഞാൽ ഡബിൾ ആക്കുകയാണ് നമ്മുടെ ഉദ്ദേശം. അത് എങ്ങനെ വേണമെന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടാണ് അവർ ഒന്നും കൂടെ തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത നേരിൽ കാണുന്ന ചർച്ച അമേരിക്കയിൽ വെച്ച്
ജൂൺ ജൂലൈ മാസത്തിൽ, ഈ വരുന്ന ജൂൺ ജൂലൈ മാസത്തിൽ നടക്കുമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് ഇന്ത്യ അങ്ങോട്ട് മേജറായിട്ടുള്ള കൺസെഷൻസ് ഇപ്പോൾ പ്രഖ്യാപിച്ചു, യൂണിലാറ്ററലായിട്ട് നമ്മളായിട്ട് പ്രഖ്യാപിച്ചു. ഡിജിറ്റൽ ടാക്സ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഗൂഗിളിൻ്റെ ആയിക്കോട്ടെ, മെറ്റയുടെ ആയിക്കോട്ടെ, ആമസോണിൻ്റെ ടാക്സ് നമ്മൾ കുറച്ചത് അവരുടെ ടെക് ജയൻസ് എന്ന് പറയപ്പെടുന്ന മെറ്റ, ഗൂഗിൾ, ആമസോണിനൊക്കെ വലിയ ഗുണമാണ്. അതുപോലെ തന്നെ ട്രേഡ് ഒരു സ്ട്രാറ്റജിക്കൽ അലൈൻമെൻറ്റിൻ്റെ ടൂളായിട്ട്, അതായത് വ്യാപാരം എന്ന് പറയുന്നത് നമ്മളും അവരുമായിട്ടുള്ള തന്ത്രപരമായ ബന്ധത്തിൻ്റെ ഒരു ഉപകരണമായി നമ്മൾ മാറ്റാൻ താല്പര്യപ്പെടുന്നു, പ്രത്യേകിച്ച് എനർജി, ഡിഫൻസ് സെക്ടറുകളിലെല്ലാം. അപ്പോൾ ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സ്ട്രോങ് ആകുന്നത് ബൈലാറ്ററൽ, അതായത് ഉഭയകക്ഷി വ്യാപാരം വഴിയാണ്. അപ്പോൾ ഉഭയകക്ഷി വ്യാപാരം ശക്തിപ്പെടുത്തുന്നതിന്, അതിന് വെറുതെ ട്രംപ് പറഞ്ഞതുകൊണ്ടോ മോദി ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നും കാര്യമില്ല, ഉദ്യോഗസ്ഥ തല ചർച്ചകൾ നടക്കണം. അപ്പോൾ 2020 നിർത്തിവച്ചിരുന്ന ഇത്തരം ചർച്ചകൾ 5 വർഷത്തിന് ശേഷം ഇപ്പോൾ പുനരാരംഭിക്കുന്നു. അത് ഇതുവരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് അനുസരിച്ചായിരിക്കും ഇന്ത്യക്ക് അമേരിക്ക എത്ര താരിഫ് അടിക്കുക, അല്ലെ ഇന്ത്യ തിരിച്ച് എന്ത് റിട്ടാലിയേറ്ററി ആയിട്ട് അതിന് പ്രതികാര നടപടികൾ വല്ലതും ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതൊരു വ്യാപാരത്തിൻ്റെ മുന്നോട്ടുള്ള സുഗമമായ പോക്കിൽ ഇന്ത്യക്ക് വളരെ പ്രസക്തമായ കാര്യമാണ് ഇപ്പോൾ നടന്നത്. അതുകൊണ്ട് തന്നെ ആ 4 ദിവസത്തെ ചർച്ച വളരെ ഒരു നല്ല രീതിയിലാണ് നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങളും മറ്റുള്ള സാമ്പത്തിക വിദഗ്ധരും മാർക്കറ്റുമൊക്കെ അതിനെ നോക്കിക്കാണുന്നത്. അപ്പോൾ ഇതാണ് ഇതേക്കുറിച്ച് നമുക്ക് ആ ചർച്ചയെക്കുറിച്ച് പറയാനുള്ളത്.